ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 7:1-6 വരെ. ശിഷ്യന്മാരുടെ പരസ്പര മനോഭാവം എപ്രകാരമായിരിക്കണമെന്നുള്ളതാണ് ഈ വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. വ്യക്തിപരമായ ഒരുവൻ മറ്റൊരുവനെ വിധിക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ഒരുവൻ മറ്റൊരുവനെ വിധിക്കുന്നതിനാൽ മറ്റുള്ളവർ തന്നെ വിധിക്കുവാൻ അവനൊരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ കൃപയുടെ പ്രമാണത്തിന് എതിരാണ്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നു. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുമെന്നും പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷപാതരഹിതവും നീതിയുക്തവുമായ ഒരുവനെ വിധിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. മറ്റൊരുവനെ വിധിക്കത്തക്ക നിലയിൽ ഒരു മനുഷ്യനും നല്ലവനോ തികഞ്ഞവനോ അല്ല. ഒരുവൻ്റെ നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളെയും അറിയുന്നത് കർത്താവ് ഒരുവൻ മാത്രമാണ്. എന്നാൽ ഈ വാക്യങ്ങൾ യഹൂദാജനത്തിൻ്റെ ശിക്ഷണ നടപടികൾക്കോ പുതിയ നിയമ ദൈവസഭയുടെ ശിക്ഷണ നടപടികൾക്കോ എതിരല്ല. ഏകനായി ഈ ജനത്തിൻ്റെ ഭാരം വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു എന്ന് മോശ ദൈവത്തോട് പറയുന്നതായി സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരന്മാർ എന്നു നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിന്റെ ആത്മാവിനെ കുറെയെടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മോശ ജനത്തോട്, ഞാൻ ഏകനായി നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ചുമടും നിങ്ങളുടെ വ്യവഹാരങ്ങളും വഹിക്കുന്നതെങ്ങനെ? അതത് ഗോത്രത്തിൽ നിന്ന് ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുപ്പിൻ. അവരെ ഞാൻ നിങ്ങൾക്ക് തലവന്മാരാക്കും. അവർ 1000 പേർക്ക് അധിപതിമാർ, 100 പേർക്ക് അധിപതിമാർ, 50 പേർക്ക് അധിപതിമാർ, 10 പേർക്ക് അധിപതിമാർ, ഇങ്ങനെ നിങ്ങൾക്ക് തലവന്മാരും ഗോത്രപ്രമാണികളും ആയിരിക്കും. മോശ ഈ പ്രമാണികളോട് ആജ്ഞാപിച്ചത്, സഹോദരന്മാർക്ക് തമ്മിലുള്ള കാര്യങ്ങളെ കേട്ട് ആർക്കെങ്കിലും സഹോദരനോടോ പരദേശിയോടോ വല്ല കാര്യമുണ്ടായാൽ അത് നീതിയോടെ വിധിപ്പിൻ. ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അതു ഞാൻ തീർക്കും എന്ന് അവരോട് പറഞ്ഞു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നു. ഒരുവൻ്റെ ജീവിത വഴികളെയും പഠിപ്പിക്കുന്ന ഉപദേശത്തെയും വിധിക്കാതെ അവൻ കള്ളപ്രവാചകനോ അല്ലയോ എന്ന് ശിഷ്യന്മാർ എങ്ങനെ തിരിച്ചറിയും? ദൈവസഭയിലേക്ക് കടന്നു വരുന്ന ഒരുവൻ പിന്തുടരുന്ന ഉപദേശം എന്തെന്നും അവൻ്റെ ജീവിത നടപടികൾ എന്തെന്നും നാം അന്വേഷിച്ചിരുന്നാണോ കർത്താവ് തിരുവായ്മൊഴിഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം? കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിനെന്ന് കർത്താവ് പറഞ്ഞതായി യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏതു ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. സഭയുടെ ശിക്ഷണത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എന്താണ് എഴുതിയിരിക്കുന്നത്? പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആരാണ് വിധിയുടെ പരിധിയിൽ വരുന്ന ഈ അകത്തുള്ളവർ? കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായവർ തന്നെ. ഒരുവൻ ദൈവസഭയുടെ അംഗമായിത്തീരുന്ന ആ നിമിഷം മുതൽ സഭയുടെ ശിരസ്സായവൻ്റെ വിശുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത സകലത്തിന്മേലും നിർബന്ധമായും ന്യായവിധി നടത്തേണ്ട ഒരു മേഖലയിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു,
ഇങ്ങനെ സഹോദരങ്ങൾക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ എന്ന് പൗലോസ് സഭയോട് ചോദിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വാക്യം 3 മുതൽ 5 വരെ ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ന്യായപാലനം നടത്തിയിരുന്ന ന്യായപാലകന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ യഹോവയുടെ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്തിലിടുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷപാതം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായ ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നുവെന്ന് മലാക്കി പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്താൽ നിയമിതരായ ന്യായപാലകന്മാർ അഥവാ മൂപ്പന്മാർ എപ്പോഴും സ്വയം ശോധന ചെയ്യുന്നവരും നിർമ്മലന്മാരും ന്യായപാലനത്തിൽ പക്ഷപാതം കാണിക്കാത്തവരുമായിരിക്കണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷയിലും പ്രവർത്തനത്തിലും ശിഷ്യന്മാർ കരുതേണ്ട മുൻകരുതലുകളാണ് 6-ാം വാക്യത്തിലെ പ്രതിപാദ്യ വിഷയം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നായ്ക്കളെ അശുദ്ധ മൃഗമായി യഹൂദന്മാർ കരുതിപ്പോരുന്നു. യഹൂദന്റെ ആലയത്തിലെ വിശുദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ പുരോഹിത കുടുംബത്തിന് മാത്രമേ ഭക്ഷിപ്പാൻ പാടുള്ളായിരുന്നു. പുരോഹിത കുടുംബം ആലയത്തിലെ ശുശ്രൂഷകളുമായി ജീവിക്കുന്നവരായതിനാൽ സദാസമയം ദൈവത്തിന്റെ വചനപ്രകാരം വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. ആലയത്തിലെ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാത്തവർക്ക് ഭക്ഷിപ്പാൻ പാടുള്ളതല്ലായിരുന്നു. പുതിയ നിയമ വിശുദ്ധന്മാർ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്ന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാർക്ക് കർത്താവ് കൽപ്പിച്ചു നൽകിയതും പിന്നീട് പൗലോസ് മുഖാന്തരമായി ഉപദേശിച്ചതുമായ അതിവിശുദ്ധ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയും പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടിയാണ് ദൈവസഭ കടന്നു പോകുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും അപ്പോസ്തലന്മാർ അപ്പം നുറുക്കുവാൻ കൂടി വരിക പതിവായിരുന്നു. ആ കൂടിവരവുകളിൽ ക്രിസ്തീയ അനുഭാവികളും ദുരുപദേശകരുമൊക്കെ കടന്നു വരിക സാധാരണയായിരുന്നു. വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കാത്ത ഇവർ കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകുവാൻ അനുവദിക്കുന്നുള്ളതാണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ടുകളയരുത്. സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിനെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകളയരുതെന്നത് അലക്ഷ്യമായ സുവിശേഷ പ്രവർത്തനത്തെ കാണിക്കുന്നു. എന്നാൽ സുവിശേഷം അറിയിക്കുന്നതിൽ വേർതിര് കാണിക്കണമെന്നാണോ ഇത് അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല. വിശുദ്ധ വചനം ഒരുവനോട് പല ആവർത്തി പറഞ്ഞതിനു ശേഷവും അവൻ വചനത്തെ തിരസ്കരിക്കുകയും വചനം അറിയിക്കുന്നവനെ അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം അവനെ മുഷിപ്പിക്കാതെ ബുദ്ധിപരമായി ഇടപെടണമെന്നാണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത്. അല്ല എങ്കിൽ മുത്തിൻ്റെ വില അറിയാത്ത പന്നി ആ മുത്ത് ചവിട്ടിക്കളയുകയും ആ മുത്തുമായി ചെല്ലുന്നവനെ കീറിക്കളയുകയും ചെയ്യുന്ന പ്രകാരം അവൻ നിങ്ങളോടും ഇടപെടാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുതെന്ന് പൗലോസും നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു.